പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലക്ക് കൽപ്പനയാക്കുന്നു. ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും, ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂർ കൽപ്പനയാക്കുന്നു. ഇങ്ങത്താ, ഞാൻ നിർത്താം. ഒരവതാരം പോലെ എന്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും വ്രതശുദ്ധി ഉണ്ടെന്ന് കണ്ടിട്ടാ ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാഡീ ചികിത്സാ മുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത്. എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചടി മോളെ? വരൂ. എന്താ കുട്ടി, എന്താ ഈ രാത്രിയില്? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് വന്നതാ. കുട്ടിയോട് ഇരിക്കൂ. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എല്ലാരും ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റിപ്പോയെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരൂ. ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒഴിയാമായിരുന്നു, എന്നിട്ടും ഞാനത് ചെയ്തില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് രണ്ട് വെളിപ്പാട് അപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്ന് പറഞ്ഞു തരൂ. മോളെ, നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ ഈ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിലെ രാത്രികൾ വരില്ല. നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക. എന്താ? ചിലതൊക്കെ പറയാനാ വന്നത്. പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുമുണ്ട്. ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല, സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ. മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തു സൂക്ഷിക്കുന്നവരാ ഞങ്ങള്. സഹസ്രാബ്ദങ്ങളായിട്ട് അമൃതതുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക. അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാരവിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത്. മരുത്താളരുടെ സൂക്ഷിപ്പുകൾ ലോകത്തിന് തീറെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോ അതിന്റെ മുന്നറിയിപ്പായി രണ്ട് പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭ്രഷ്ട് കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക. രണ്ടാമത്തേത് സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് ഭ്രഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പുഴർന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാഠക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ട് എനിക്ക്. ഞാനൊരിക്കൽ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ. തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ എൻ്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ്. പറഞ്ഞല്ലോ, കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴെനിക്കില്ല. ആ കിണറിന് ഞാൻ തൊടില്ല.
നിങ്ങളെ പോലുള്ള മഹാപാപികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാപത്തിന് പുറത്തിറക്കി വിടാദ്യം. എന്നിട്ട് മതി ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ. പോകരുതെന്ന് കരുതിയതാ. പക്ഷെ ഞാനിവിടെ നിന്നാ അവളകത്ത് കിടന്ന് വീർപ്പ് മുട്ടും. പോവാ. അവളെങ്കിലും ഒന്ന് വെളിച്ചം കണ്ട് നടക്കട്ടെ. കില്ലാടി, വാസുണ്ണ, വാസുണ്ണ. അമ്മ ഈ സ്വപ്നഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നുമില്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹ. കിണറ് കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പൻ അപ്പൂപ്പന്മാർ 1000 കിണറ് കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാ മതി. അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യടെ പ്രേമാന്നങ്ങട് പറഞ്ഞാ പോരെ? ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഹേയ്, ആ ദേവയാനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര്. നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ? നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും. എന്തും. ഇപ്പൊ ഇത് എന്റെയും കൂടി ആവശ്യമാ. പ്രാർത്ഥിക്കണേ വാസുണ്ണ. എന്തിനാടാ? നിനക്ക് വേണ്ടി കാണാമറിയത്തിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മതി. ദേവു, ഇന്ന് ശരിക്കു പണി നടന്നു. ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേയില്ല. എന്തേ? 40 കോല് കഴിഞ്ഞു ഇത്രേ. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ വല്ലതൊക്കെ തിരിച്ചു പറയായിരുന്നു. കണ്ടോ? ഇല്ല, ഇന്ന് നേരത്തെ പോയി. വെറുതെ ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുക. 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും, 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാവും വാസുണ്ണ. ഇവിടുത്തെ ഭൂഘടന അങ്ങനെയാ. 45 കോല് വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും. ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്ഭാഗം കോണിച്ച വെട്ടിയിരിക്കുന്നേ. പക്ഷേ അതല്ല പ്രശ്നം. മഴ. കഴിഞ്ഞ 2 പ്രാവശ്യവും 45 കോലായപ്പോ മഴ പെയ്തു. അപകടം അത്. മഴ പെയ്ത മണ്ണ് എല്ലാ ഭാഗത്തുനിന്നും കിണറ്റിലേക്ക് തള്ളിയിറങ്ങും. സ്വപ്നഭൂമിയാക്കി വിറയ്ക്കും. വിള്ളലുണ്ടാവും. ഇന്ന് രാത്രി മഴ ഉണ്ടായിക്കൂടാ. വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഈ രാത്രി മുഴുവനും. അതിന് 45 ആയില്ലല്ലോ. ആയി. 45 കോല് കൃത്യം കുഴിച്ചിട്ടാ ഞാനിന്ന് പുറത്തു വന്നത്. പ്രേമ, എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നു. ഈശ്വര, കന്നുകാലികളുടെ കരച്ചിൽ കേട്ടില്ലേ? ഭൂമി കുലുങ്ങിയതാ. ഇനിയും കുലുങ്ങും ശക്തമായി. എന്തെങ്കിലും ചെയ്യണം. മഴക്കാർ ശരിക്കും കൊണ്ടുകഴിഞ്ഞു. അന്തരീക്ഷം മാറുക. മഴ പെയ്താൽ സ്വപ്നഭൂമി ആകെ തകരും. മണ്ണിടിയോ സംശയം ഉണ്ടെങ്കിൽ 1 നിമിഷം താമസിക്കാതെ കിണർ മൂടണം.
കിണറ് മൂട്. കിണറ് മൂടാൻ പറ. ഇത് സാധാരണ മഴക്കാരല്ല, പേമാരുടെയും കൊടുങ്കാറ്റിന്റെ അടയാളമാണ്. മഴ വീണ് തുടങ്ങി, പെയ്ത് കിടക്കുമ്പോ കിണറ് മൂടാൻ പറ. ഇല്ല, മഴ പെയ്യില്ല, മണ്ണിടിയില്ല. വേദപുരത്തെ താളിവിലക്കെട്ടിൽ കളവും കള്ളക്കണക്കില്ല. മതി, നിർത്ത്. കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാ. മണ്ണിടിയുന്നതിന് മുമ്പ് അതങ്ങ് മൂടുന്നതല്ലേ നല്ലത്. മഴ പെയ്യില്ല. ഇയാളുടെ ഭ്രാന്തം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. കിണർ ഇപ്പൊ തന്നെ മൂടണം. കിണറാൻ കൽപ്പിക്കുന്നുണ്ടോ? 38 ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ ബലം അത്. അതിലൊരു മൺതരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. മതിയില്ലടി, ആ കിണർ ഉപേക്ഷിച്ചേക്ക്. ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ. നോക്കി നിൽക്കാൻ ഇടിച്ചു നിരത്ത്, ഇടിച്ചു നിർത്തിക്കോ. പക്ഷേ ആകാശമോ ഭൂമിയോ ഈ കിണർ മൂടുന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനിടയിൽ കാണണം. അമ്മേ, മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു. എന്റെ വാക്കുകൾ കാത്തോളണമേ. കില്ലാടി, നീ എന്താണ് ഈ കാണിച്ചത്? കയറി വാടാ, തൊട്ടി കയറടാ. കില്ലാടി കേറാനാ പറഞ്ഞത്. പടിഞ്ഞാറ് ഭാഗത്ത് നിലത്ത് വിള്ളൽ വീണു. ഇനി ഇവിടെ ആരും നിൽക്കരുത്. ഓടി രക്ഷപ്പെട്ടോണം, ഓടി രക്ഷപ്പെട്ടോണം. ദൈവോ, എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണർ മൂടാൻ ഗണനാഥൻ പറഞ്ഞു. പാവം കില്ലാടി കിണറിലേക്ക് ഒറ്റ ചാട്ടം. എത്ര വിളിച്ചിട്ടും കയറുന്നില്ല. ഇപ്പോ എവിടെയോ വെള്ളില് കണ്ടു എന്ന് പറഞ്ഞ് ഗണനാഥൻ എല്ലാവരും അവിടുന്ന് മാറ്റുക. ഇവിടെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. കില്ലാടിയുടെ വിശ്വാസം കില്ലാടി രക്ഷിക്കുമായിരിക്കും. വേറെ നിൽക്കണ്ട, പോണം. ഞങ്ങൾ പിടിച്ചു മാറ്റല്ലാരെയും. മഴച്ച